أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ, വളരെ പ്രിയപ്പെട്ട സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, മുതഅല്ലിം സുഹൃത്തുക്കൾ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസിൻ്റെ 71ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അതിൻ്റെ എല്ലാ നിയമങ്ങളും അദബുകളും പാലിച്ചുകൊണ്ട് ഒരുപാട് പാരായണം ചെയ്യാനും ഖത്മുകൾ തീർക്കാനും അതൊക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാവാനും അങ്ങനെ ഖുർആനിൻ്റെ ശഫാഅത്ത് ലഭിച്ച് സ്വർഗത്തിലെത്താനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിനൊക്കെ കാരണമാകുന്ന മഹത്തായ ഇബാദത്തായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ തദ്രീബ് സ്വീകരിക്കട്ടെ. ആമീനെന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ റജബുൻ ഷഹ്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ മാസമാണ് റജബ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ റജബിലാണ് നമ്മളെല്ലാവരും. റജബ് മാസം ഇനി കുറച്ച് നാളുകൾ കൂടെയുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളോട് വിട പറയും. കഴിഞ്ഞ തവണ ഓർമ്മപ്പെടുത്തിയതുപോലെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ എന്ന് നമ്മളെല്ലാവരും എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. റജബ് മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് മിഅ്റാജ്, രാവും പകലും. മിഅ്റാജ് ദിനം അൽഹംദുലില്ലാഹ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മളൊക്കെ നിർബന്ധമായും ഒരു ദിവസം 5 വഖത്ത് ഫർള് നിസ്കരിക്കണം. ആ 5 വഖത്ത് നിസ്കാരം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത് മിഅ്റാജിൻ്റെ രാവിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ ബഹുമാനിച്ച് ആദരിച്ച് അങ്ങോട്ട് വിളിച്ചു വരുത്തി വലിയ ഒരു സമ്മാനമായി നമുക്ക് തന്നയച്ചതാണ്. ആ ഫർള് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും നന്നായി ജാഗ്രത കാണിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്സലാഹ്. അന്ത്യനാളിൽ ഒരു മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ചോദിക്കുന്നത് നിസ്കാരത്തെ പറ്റിയാണ്. നിസ്കാരം കൃത്യമായി നിർവഹിച്ചവനാണോ, എന്നാൽ അയാൾക്കു പിന്നെ പേടിയില്ല, ബേജാറില്ല, ടെൻഷനാവേണ്ടതില്ല. അല്ല, നിസ്കാരത്തിൻ്റെ ആ കോളത്തിൽ, ആ ലിസ്റ്റിൽ ഏതെങ്കിലും കോളം ബ്ലാങ്കായി കിടക്കുകയോ മറ്റോ ചെയ്താൽ കാര്യം അപകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നിസ്കാരം അതിൻ്റെ വളരെ മനോഹരമായി ഭംഗിയായി സുന്നത്തുകളെല്ലാം നിർവഹിച്ചുകൊണ്ട് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ആ നിസ്കാരം കഴിഞ്ഞ തവണ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നുകൂടി കഴിഞ്ഞ തവണ പറഞ്ഞതാണ്,
ഖളാ ആവാതെ കൃത്യമായ സമയത്ത് തന്നെ നിർവഹിക്കുക. മിഅ്റാജ് അള്ളാഹുവിൻ്റെ ഹബീബിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ ആദരവാണ്. അന്നു സമ്മാനമായി ലഭിച്ച ഫർദ് നിസ്കാരവും പരമാവധി സുന്നത്ത് നിസ്കാരങ്ങളും അത് നിർവഹിക്കുക വഴി അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കും. ഞാൻ നിസ്കാരത്തെക്കുറിച്ച് നീട്ടിപ്പറയുകയല്ല. ആ നിസ്കാരം നിർബന്ധമാക്കിയ ദിവസം മിഅ്റാജ്, ആ രാവിനാണല്ലോ നമ്മൾ മിഅ്റാജ് രാവ് എന്ന് പറയുന്നത്. വളരെ പവിത്രമായ ബഹുമാനം നിറഞ്ഞ രാവാണത്. പ്രത്യേകമായ ദിക്റുകളും സലാത്തുകളും മറ്റുമൊക്കെ നിർവഹിച്ചുകൊണ്ട് ആ രാവിനെ നമ്മൾ നന്നായി ബഹുമാനിക്കണം. അതിൻ്റെ പകലിൽ സുന്നത്തായ നോമ്പും നമ്മൾ അനുഷ്ഠിക്കണം. അങ്ങനെ മിഅ്റാജ് രാവും പകലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഇബാദത്തുകളുമായി നിസ്കാരവും നോമ്പും സദഖകളും മറ്റു കർമ്മങ്ങളും നിർവഹിച്ചുകൊണ്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സാന്ദർഭികമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട്. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന, ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമായി. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ നിസ്കാരം. ആ നിസ്കാരം നമ്മളൊക്കെ നിർവഹിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ, നമ്മളെല്ലാവരും നിസ്കാരം നിർവഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ പ്രശ്നം, നിസ്കാരം നിർവഹിക്കുമ്പോൾ നമുക്ക് നിസ്കാരത്തിൽ ഒരു ഏകാഗ്രത ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഖുശൂ എന്നൊക്കെ അറബിയിൽ പറയുന്ന ഭക്തി കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഭക്തി കിട്ടുന്നില്ല എന്ന്. എന്തായിരിക്കും അതിന് കാരണം? അത് വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമാണ്. നിസ്കാരത്തിൽ മിക്കവാറും ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് ഭക്തി കിട്ടുന്നില്ല എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ചിന്തിച്ച് നമ്മൾ ഓതുന്ന ഖുർആനും ചൊല്ലുന്ന ദിക്റുകളും അതിൻ്റെ അർത്ഥം മാത്രം ചിന്തിച്ച് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എനിക്കും നിങ്ങൾക്കും. നമ്മൾ മൊത്തത്തിലാണ് പറയുന്നത്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, ഞാൻ ആരെയും അങ്ങനെ പറയല്ല. വളരെ ഖുശൂഇൽ, ഭക്തിയിൽ, തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ മറ്റൊരു ചിന്തയും മനസ്സിൽ വരാതെ നിസ്കരിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. അപൂർവമാണ്, വളരെ വളരെ വിരളമാണ്. ഞാൻ ഓർത്തുപോവാണ്, ദർസിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ഉസ്താദ് പറഞ്ഞു, ഓതുന്ന ഖുർആനും ചൊല്ലുന്ന ദിക്റുകളും അതിൻ്റെ അർത്ഥം മാത്രം ചിന്തിച്ച് ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ ആർക്കാ സാധിക്കുക? ഒരു വിഷയം പറഞ്ഞ കൂട്ടത്തിൽ ഉസ്താദ് ഞങ്ങളോട് ചോദിച്ചു. അപ്പോൾ സത്യത്തിൽ ഞാനൊക്കെ വിചാരിച്ചു, എന്താണ് ഉസ്താദ്, നമ്മൾ പഠിക്കുന്ന സമയമാണ് ഇങ്ങനെ പറയുന്നത്? നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ടല്ലോ, സൂറത്തുകളും ദിക്റുകളൊക്കെ ചൊല്ലുമ്പോൾ ഒന്ന് അർത്ഥം ചിന്തിച്ച് ചെയ്താൽ പോരെ? ഉസ്താദ് പറഞ്ഞു, മറ്റൊരു ചിന്തയും മനസ്സിൽ വരരുത്, അങ്ങനെ നിസ്കരിക്കാൻ ആർക്ക് സാധിക്കും? എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, അങ്ങനെ ആർക്കെങ്കിലും 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കാൻ സാധിച്ചെങ്കിൽ അയാൾ എന്നോടൊന്ന് വന്ന് വിവരം പറയണമെന്ന്. ഞാൻ തീരുമാനിച്ചു, ഞാൻ നിസ്കരിക്കുന്നു. അങ്ങനെ രാത്രിയിൽ ശരിക്ക് നല്ലൊരു വുളു ഒക്കെ എടുത്ത് ശരിക്ക് ഡ്രസ്സൊക്കെ തലയിലൊക്കെ കെട്ടി വളരെ മനോഹരമായി ആരും കാണാതെ അകത്തെ പള്ളിയിൽ പോയി നിസ്കരിച്ചു. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനല്ലേ പറഞ്ഞത്. നിയ്യത്തൊക്കെ ശരിക്ക് വെച്ച് തക്ബീറൊക്കെ ചൊല്ലി കൈയൊക്കെ ശരിക്കതിൻ്റെ വൃത്തിയിൽ തന്നെ കെട്ടി വജ്ജഹ്തു ഒക്കെ ഓതി ആ സമയത്ത് ഹനീഫം മുസ്ലിമ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സലാത്തി വനുസുക്കി വമഹ്യായ വമമാതി അർത്ഥങ്ങനെ ചിന്തിച്ച് ഓതി, ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി, റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി ദിക്റുകളൊക്കെ മനോഹരമായിട്ട് ചൊല്ലി. എന്നിട്ട് 1-ാമത്തെ റക്അത്ത് കഴിഞ്ഞ് 2-ാമത്തെ റക്അത്തിലെത്തി. 2-ാമത്തെ റക്അത്തിലും ഇതുപോലെ ദിക്റുകളും എല്ലാം വളരെ
വളരെ ഏകാഗ്രതയിൽ എന്ന് പറഞ്ഞാൽ വളരെ ഭക്തിയോടെ മറ്റൊന്നും ചിന്തിക്കാതെ നിർവഹിച്ചു. എന്നിട്ട് അത്തഹയ്യാത്തിലിരിക്കുകയാണ്. തീരുമാനിച്ചു അത്തഹയ്യാത്ത് സുന്നത്ത് നിസ്കാരമാണെങ്കിലും ലാസ്റ്റ് വരെ ചൊല്ലൽ സുന്നത്തുണ്ടല്ലോ. അങ്ങനെ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ശരിക്ക് ചൊല്ലി. അല്ലാഹുമ്മഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു ശരിക്ക് ചൊല്ലി. മറ്റൊന്നും മനസ്സിൽ വന്നില്ല. വളരെ സമാധാനായി, സന്തോഷമായി. അങ്ങനെ അൻതൽ മുഖദ്ദിം വ അൻതൽ മുഅഖിർ അവിടെയൊക്കെ എത്തിയപ്പോൾ എനിക്കിങ്ങനെ തോന്നി, 2 റക്അത്ത് അൽഹംദുലില്ലാഹ് മറ്റൊന്നും മനസ്സിൽ വരാതെ നിർവഹിക്കാനായല്ലോ. ഉസ്താദ് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ആരെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ചാൽ എന്നോടൊന്ന് വിവരം പറയണമെന്ന്. ഉസ്താദ് കിടന്നിട്ടുണ്ടാവുമോ, ഉറങ്ങിയിട്ടുണ്ടാവുമോ, ഇപ്പോൾ തന്നെ പറയണോ, അതോ രാവിലെ പറഞ്ഞാൽ മതിയോ ഉസ്താദ് എനിക്കങ്ങനെ 2 റക്അത്ത് നിസ്കരിക്കാൻ സാധിച്ചു എന്നുള്ളത്? ഞാൻ ചിന്തിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത ചൊല്ലുന്നുണ്ട്, അൻതൽ മുഖദ്ദിമൊക്കെ തൊട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഈ ചിന്തയാണ് മനസ്സിൽ. മസീഹ് ദജ്ജാലൊക്കെ എത്തിയപ്പോൾ എന്താ സംഭവം എന്നറിയാം? ഇപ്പം തന്നെ പോയി പറയാം ഉസ്താദ് കടന്നിട്ടുണ്ടാവില്ല എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു അനുഭവം പറഞ്ഞതാണ്. അതുകൊണ്ട് മറ്റൊന്നും മനസ്സിലേക്ക് ഓർമ്മ വരാതെ അപ്പോൾ നമുക്ക് നമ്മോട് തന്നെ വരുന്ന ഒരു ദേഷ്യം എത്ര ഉണ്ടാവും ആലോചിച്ച് നോക്കി. 2 റക്അത്ത് അങ്ങനെ നിസ്കരിക്കാൻ എനിക്കായോ എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിസ്കാരം ഒരു കാര്യം കൂടി പറയട്ടെ. നിസ്കാരം നിർബന്ധമായ നിസ്കാരത്തിൻ്റെ വാർഷിക ദിവസമാണല്ലോ തൊട്ട് മുന്നിലുള്ളത്. അതുകൊണ്ട് ഉപകാരപ്പെടും മിക്കവാറും ആളുകൾക്ക് എന്ന് ആലോചിച്ച് ഒറ്റ കാര്യം എന്താണെന്നറിയോ? മഹാന്മാരായ പണ്ഡിതന്മാർ അവർ നിസ്കാരത്തിൽ ഖുശൂഅ് ഭക്തി കിട്ടാനുള്ള കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെ കിതാബുകൾ രചിച്ചിട്ടുണ്ട്. നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. നിസ്കാരത്തിൽ ഭക്തി കിട്ടാനുള്ള വഴി അതിൽ ഒന്ന് ഞാൻ പറയാം. 33 കാരണങ്ങൾ ആ കിതാബിൽ എഴുതിയതായിട്ട് കാണാം. 33 കാരണങ്ങൾ. ഈ 33 ശ്രദ്ധിച്ച് നിസ്കരിച്ചാൽ നല്ല ഭക്തി ഉണ്ടാവും എന്നാണ്. 33 ഞാൻ പറയുന്നില്ല, ഞാൻ ഒരെണ്ണം മാത്രം പറയാം. ഒരെണ്ണം മാത്രം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അതിൽ ഒന്നാമത്തേത് എന്താണെന്നറിയോ? നിസ്കാരത്തിൻ്റെ മുഖദ്ദിമ, അതായത് നിസ്കാരത്തിൻ്റെ ആമുഖങ്ങൾ മുഴുവനും 100ൽ 100 ആവുക, മുഴുവനും പൂർണ്ണമായി നിർവഹിക്കുക എന്നുള്ളതാണ്. നിസ്കാരത്തിൻ്റെ ആമുഖം എന്താ? നിസ്കാരത്തിൻ്റെ ആമുഖം ഞാൻ ചുരുക്കി പറയാം. ഒരു നിസ്കാരത്തിൻ്റെ സമയമായി എന്ന് അറിയിക്കുന്ന ഒന്നാണല്ലോ വാങ്ക്. ഉദാഹരണത്തിന് ളുഹർ വാങ്ക് കേൾക്കുന്നു. നമ്മൾ ളുഹർ വാങ്ക് കേട്ടപ്പോൾ വാങ്ക് കേൾക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? അതൊക്കെ ശ്രദ്ധിക്കണം. റിപ്ലൈ കൊടുക്കേണ്ടത് ഇജാബത്ത് അല്ലേ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇങ്ങനെ തൊട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെ വാങ്ക് ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കുകയും അവിടെ കൊടുക്കേണ്ട മറുപടികളൊക്കെ കൊടുത്ത് അതിനുശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ ആ ദുആ ഉണ്ടല്ലോ അത് നിർവഹിക്കണം. നമ്മൾ പലപ്പോഴും വാങ്ക് കേൾക്കുന്ന സമയത്ത് സംസാരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ശേഷമുള്ള ദുആ നമ്മൾ പലപ്പോഴും അത് മറക്കുകയോ അല്ലെങ്കിൽ മറപ്പിക്കുകയോ ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടാവും. അങ്ങനെയാണോ നമ്മൾ ആ ളുഹർ നിസ്കരിക്കുന്നത്? എന്നാൽ അതിൻ്റെ കുറവ് നമ്മുടെ ളുഹറിൽ കാണും. അല്ല, വാങ്ക് കേൾക്കുന്ന സമയത്ത് അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരുന്നോ? ശേഷം ആ ദുആ നിർവഹിച്ചിട്ടുണ്ടോ? എന്നാൽ അതിൻ്റെ ഫലം ആ ളുഹർ നിസ്കാരത്തിൽ കാണും. അപ്പോൾ നിസ്കാരത്തിൻ്റെ ആമുഖം എന്ന് പറയാവുന്ന ഒന്നാമത്തേത് നമുക്ക് വാങ്ക് മുതൽ തുടങ്ങാം. അവിടം മുതൽ തന്നെ ശ്രദ്ധിക്കണം. അല്ലാതെ നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്നു പറഞ്ഞത് മുതൽ വരുത്തുന്ന ഒരു സംഗതിയല്ല ഈ ഖുശൂഅ് ഭക്തി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ വാങ്ക് കഴിഞ്ഞിട്ടോ, വാങ്ക് കഴിഞ്ഞാൽ നോക്കിയേ, വാങ്ങിൻ്റെയും ഇഖാമത്തിൻ്റെ ഇടയിൽ ആയത്തുൽ കുർസി ഓതൽ സുന്നത്തുണ്ട് നമുക്കറിയാം. ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ടോ? എന്നാൽ അതിൻ്റെ മെച്ചം ആ നിസ്കാരത്തിൽ കാണും. ഇല്ലേ, അതിൻ്റെ കുറവും കാണും. പിന്നെ അടുത്തത് നമ്മുടെ ചിന്ത എന്തായിരിക്കണം? ളുഹർ ബാങ്ക് കൊടുത്തു, ഇനി പെട്ടെന്ന് നിസ്കരിക്കണം, നിസ്കരിക്കണം. ഒരു ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ നിസ്കാരത്തിൻ്റെ സമയമായല്ലോ, ഇനി നിസ്കരിക്കണം. ഈ ഒരു തോന്നലാണ് നമ്മുടെ മനസ്സിലെങ്കിൽ നിർവഹിക്കുന്ന ളുഹറിൽ അത് കാണും. പലപ്പോഴും നമ്മളെന്താ വിചാരിക്കാന്നറിയോ?
സമയം 12:30 അല്ലേ, 12:45 4 മണിക്കല്ലേ അസർ ബാങ്ക്. സമയം എത്രയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടല്ലോ, കുറച്ച് ചെയ്യട്ടെ എന്നിട്ടാവാം. ഇങ്ങനെയാണോ? ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് ആദ്യ സമയം തന്നെ നിർവഹിക്കുക എന്നുള്ളതാണല്ലോ. അവരിൽ നിന്ന് മാറിയിട്ട് സമയം എത്രയോ ഉണ്ടല്ലോ, 4 മണി വരെ ഇല്ലേ, 3 മണിയല്ലേ ആയിട്ടുള്ളൂ എന്ന്. പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഇടയ്ക്ക് പറയാതിരിക്കാൻ വയ്യ. ളുഹർ പോലുള്ള നിസ്കാരങ്ങളിൽ നമ്മൾ വീട്ടിൽ ആകുമ്പോഴേ പ്രത്യേകിച്ചും നമ്മുടെ വീട്ടുജോലികളെല്ലാം തീർത്ത് അടുക്കളയൊക്കെ ശരിക്കും ഫിനിഷാക്കിയിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഒരു 2:45, 3 മണി, 3:30 മണിയോടൊക്കെ നമ്മൾ പോയിട്ട് കുളിച്ച് പിന്നെ വേഗം വന്ന് നിസ്കരിക്കും. വേഗം വന്നെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, വേഗം വന്ന് നിസ്കരിക്കും. ആ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ ഇരുന്ന് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്ക് അസർ ബാങ്ക് ഇങ്ങനെ കൊടുക്കും. അസർ ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ളുഹറപ്പഴ എത്രയോ വൈകി. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, 12:30 ളുഹർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ നിസ്കാരത്തിന് കുറച്ച് സമയം പോരെ, അപ്പോൾ കുളിക്കണ്ടേ? കുളി നിർബന്ധമാണെങ്കിൽ കുളിച്ച് നിസ്കരിക്കണം. ഇല്ലെങ്കിൽ അഴുക്കുണ്ടെങ്കിൽ ജസ്റ്റ് വൃത്തിയാക്കിയിട്ട് നല്ല ഡ്രസ്സ് ഇട്ട് നിസ്കാരം കുപ്പായിട്ട് നിസ്കരിക്കണം. നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാലോ. പക്ഷെ പലപ്പോഴും നമ്മൾ പലരും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിസ്കാരത്തെ അങ്ങനെ ളുഹറിനെ പ്രത്യേകിച്ച് അങ്ങ് അസറിലേക്ക് മുട്ടിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ ജോലി ചെയ്യുന്ന പുരുഷന്മാർ, അവർ സുബ്ഹാനല്ലാഹ് ജോലിയൊക്കെ കഴിഞ്ഞ് ളുഹറില്ല, അസർ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ളുഹുർ അസറും കൂടി ഒരുമിച്ച്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും വിശാലമായി പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ലെങ്കിലും റജബാണ്. ഒരുപാട് ആളുകൾ ഇത് കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് എന്നതുകൊണ്ട് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ചുരുക്കത്തിൽ നിസ്കാരം സമയമായാൽ അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാനുള്ള ശ്രമം, ഒരു തോന്നൽ നമ്മളടുത്തുണ്ടായാൽ ആ നിസ്കാരത്തിൽ അതിൻ്റെ ഫലം കാണും. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യവും അല്ലാഹു അക്ബർ വരെയുള്ള മുഴുവൻ കാര്യങ്ങളും, അതിനിടയ്ക്ക് ഉളു ചെയ്യണം അല്ലേ? ഉളു ചെയ്യുമ്പോൾ എന്തെല്ലാം സുന്നത്തുകളുണ്ട്, ഒരുപാട് സുന്നത്തുകളുണ്ട്. ശേഷം ആ ദുആ ഉണ്ടല്ലോ, അത് നിർവഹിച്ചിട്ടാണോ അയാൾ നിസ്കരിക്കാൻ നിൽക്കുന്നത്, എന്നാൽ അതിൻ്റെ ഫലം ഉണ്ടാവും. ആ ദുആ ഒഴിവാക്കിയോ അതിൻ്റെ കുറവുണ്ടാവും. അയാളുടെ ഡ്രസ്സിങ്, വസ്ത്രം, നിസ്കാരത്തിൽ വസ്ത്രമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേ, അത് ആ സുന്നത്തുകളൊക്കെ പാലിച്ചിട്ടാണോ അയാൾ നിൽക്കുന്നത്, എന്നാൽ അതിൻ്റെ ഫലം ഉണ്ടാവും. ഇങ്ങനെ നിസ്കാരത്തിൻ്റെ മുന്നേ നമ്മൾ ചെയ്യേണ്ട എന്തെല്ലാം സംഗതികളുണ്ടോ അതെല്ലാം പൂർണ്ണമായിട്ടാണ് അയാൾ അല്ലാഹു അക്ബറിലേക്ക് വരുന്നതെങ്കിൽ ആ നിസ്കാരത്തിൽ അതിൻ്റെ ഫലം കാണും, ഇല്ലേ അതിൻ്റെ കുറവും കാണും. 33 കാരണങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ കാരണങ്ങൾ 32 കൂടെ ബാക്കി പരിശോധിച്ചാൽ എങ്ങനെ ഉണ്ടാവും? സൂപ്പർ നിസ്കാരമായിരിക്കും. മറ്റൊരു ചിന്തയും മനസ്സിൽ വരാത്ത നല്ല ഇഖ്ലാസ് ഉള്ള ഖുശൂഉള്ള ഭക്തിയുള്ള നിസ്കാരം നിർവഹിക്കാൻ സാധിക്കും. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് ഈ പറഞ്ഞ നിസ്കാരത്തിൻ്റെ ആമുഖങ്ങൾ മുഴുവനായി ഒന്ന് ശ്രദ്ധിച്ച് നിസ്കരിക്കാൻ ഞാനും നിങ്ങളും ഒരു ശ്രമം നടത്തുക. അതിൻ്റെ ഫലം നിസ്കാരത്തിൽ കാണും. ഞാൻ പറഞ്ഞു വന്നത്, നിസ്കാരം നിർവഹിക്കുമ്പോൾ ഖുശൂഅ് ഇല്ല, ഭക്തിയില്ല, ഇബ്ലീസ് പിഴപ്പിക്കുന്നു. അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി കൈ കെട്ടുന്നതോടുകൂടി ഒരു കൊട്ടുവായ വരുന്നു, അതോടുകൂടി എല്ലാം തീരുമാനമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ നിസ്കാരങ്ങളിലൊക്കെ വരുന്ന കുറവുകൾ അല്ലാഹു തആല പൊരുത്തപ്പെട്ട് തരട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് കൃത്യമായി നല്ല നിസ്കാരം നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. ആ നിസ്കാരം അല്ലാഹു തആല നിർബന്ധമാക്കിയ ദിവസമാണ് ഇതാ നമ്മുടെ തൊട്ട് മുന്നിലുള്ളത്. മിഅ്റാജ് ദിനം, മിഅ്റാജ് രാവ് വളരെ മഹത്വമുള്ളതാണ് അല്ലേ? മിഅ്റാജ് രാവിലെ കാറ്റ്, കേട്ടില്ലേ? മരുഭൂ തണുപ്പിച്ച കാറ്റ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരും വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന രാവും പകലുമാണ്. ആ ദിവസങ്ങളെയൊക്കെ നന്നായി ബഹുമാനിക്കണം, ആദരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഓക്കെ, ഏതായാലും ഈ നല്ല സമയത്ത് അല്ലേ, റജബിൻ്റെ ഈ വളരെ പവിത്രമായ സമയത്ത്, ഓക്കെ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാന വ ബല്ലിഗ്നാ റമദാൻ, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അല്ലാഹു ഇറക്കിയ മാസത്തിനെ വരവറിയിച്ചുകൊണ്ട് ദുആ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസത്തോളമായി അല്ലേ? അപ്പോൾ ആ നല്ല മാസങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും ഉള്ളത്.
അപ്പോൾ റജബിലൊക്കെ ഖുർആൻ ക്ലാസ്സിന് തദ്രീബിനൊക്കെ വലിയ മഹത്വമുണ്ട്. അതൊക്കെ എല്ലാവരും ഉൾക്കൊള്ളുക, ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ അഅറാഫ് 142 ആയത്ത് മുതൽ നമുക്ക് കുറച്ച് ഓതാം അല്ലേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وواعدنا موسى 30 ليلة وأتممناها ب10 فتم ميقات ربه 40 ليلة. وقال موسى لأخيه هارون اخلفني في قومي وأصلح ولا تتبع سبيل المفسدين. ولما جاء موسى لميقاتنا وكلمه ربه قال رب أرني أنظر إليك قال لن تراني ولكن انظر إلى الجبل فإن استقر مكانه فسوف تراني فلما تجلى ربه للجبل جعله دكا وخر موسى صعقا فلما أفاق قال سبحانك تبت إليك وأنا أول المؤمنين. وواعدنا موسى 30 ليلة وواعدنا موسى 30 ليلة 30 ليلة وأتممناها ب10 فتم ميقات ربه وأتممناها ب10 فتم ميقات ربه فتم ميقات ربه 40 ليلة. وقال موسى لأخيه هارون اخلفني في قومي. وقال موسى لأخيه هارون اخلفني في قومي وأصلح ولا تتبع سبيل المفسدين. وأصلح ولا تتبع سبيل المفسدين. ولما جاء موسى لميقاتنا وكلمه ربه قال رب أرني أنظر إليك. വിഷയം എന്താണെന്നറിയോ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സംസാരിച്ചു. അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം പറഞ്ഞു. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാനുള്ള ആഗ്രഹം നന്നായി പറഞ്ഞ് മൂസാ നബി അള്ളാഹുവിനെ കാണാൻ പോയ ചരിത്രമാണ് ഈ പറയുന്നത്. നമ്മുടെ നബിയാകുന്ന മുത്തുനബിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു വരുത്തിയിട്ട് നല്ല ഒരു സൂപ്പർ സമ്മാനമായിട്ടാണ് കൊടുത്തയച്ചത് അല്ലേ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉലുൽ അസ്മുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആ നബിമാരുടെ കൂട്ടത്തിൽ തൗറാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കലീമുല്ലാഹ് എന്ന സ്ഥാനപ്പേര് കിട്ടിയ നബിയാണ് അല്ലേ. അപ്പോൾ വലമ്മാ ജാഅ മൂസാ ലിമീഖാതിനാ വകല്ലമഹു റബ്ബുഹു, അല്ലാഹു തആല സംസാരിച്ചു മൂസാ നബി അലൈഹിസ്സലാമിനോട്. ഖാല റബ്ബി അരിനീ അൻദുർ ഇലൈക്, പടച്ചോനെ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് നിന്നെ ഒന്ന് കാണാൻ, ഒന്ന് കാണിച്ചു തരണം. ഖാല, അല്ലാഹു തആല പറഞ്ഞ എന്താ? ലൻ തറാനി, മൂസാ നബിയെ എന്നെ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല, ഞാൻ അതിനു മാത്രം അപ്പുറത്താ. വലാകിൻ ഉൻദുർ ഇലൽ ജബൽ ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി. ആ മലയിലേക്ക് നോക്കി അല്ലേ, ആ മലയിലേക്ക്. ആ മല അവിടെ തന്നെ നിൽക്കുന്നുണ്ടോ, വല്ലതും സംഭവിക്കുന്നുണ്ടോ നോക്കി. ഒരു കുഴപ്പമില്ലാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടോ എന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാം, ഇല്ലേ കാണാൻ കഴിയില്ല. فلما تجلى ربه للجبل جعله دكا وخر موسى صعقا
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല, അതിനപ്പുറത്തേക്കുള്ള ആ നൂറിൽ നിന്ന് ഒരല്പം അങ്ങോട്ട് എത്തിയപ്പോഴേക്ക് എന്തൊക്കെയോ സംഭവിച്ചു. സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖറ മൂസ സഇഖ, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ബോധം കെട്ട് വീണുപോയി. അറിയാലോ എല്ലാവർക്കും ചരിത്രം. فلما أفاق قال سبحانك تبت إليك وأنا أول المؤمنين. ബോധം തെളിഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ എന്താ, അത് ചോദിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തേക്കുള്ള സംഗതിയായിരുന്നു അല്ലേ, സോറി യാ റബ്ബു യാ അല്ലാഹ്. ഓക്കേ. قال يا موسى إني اصطفيتك على الناس برسالاتي وبكلامي فخذ ما آتيتك وكن من الشاكرين وكتبنا له في الألواح من كل شيء موعظة وتفصيلا لكل شيء فخذها بقوة وأمر قومك يأخذوا بأحسنها سأريكم دار الفاسقين سأصرف عن آياتي الذين يتكبرون في الأرض بغير الحق وإن يروا كل آية لا يؤمنوا بها وإن يروا سبيل الرشد لا يتخذوه سبيلا وإن يروا سبيل الغي يتخذوه سبيلا ذلك بأنهم كذبوا بآياتنا وكانوا عنها غافلين. قال يا موسى إني اصطفيتك على الناس برسالاتي وبكلامي فخذ ما آتيتك وكن من الشاكرين. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വലിയ ആദരവ്, മുർസലാക്കി അല്ലേ, റസൂലാക്കി, വലിയ ആദരവും ബഹുമാനവും അങ്ങനെയുള്ള പട്ടം കൊടുത്താണ് മടങ്ങിയത്. وكتبنا له في الألواح من كل شيء موعظة وتفصيلا لكل شيء. ഓക്കേ. وكتبنا له في الألواح من كل شيء موعظة وتفصيلا لكل شيء فخذها بقوة وأمر قومك يأخذوا بأحسنها. ഒന്നുകൂടെ കേൾക്കണേ. فخذها بقوة وأمر قومك يأخذوا بأحسنها سأريكم دار الفاسقين. ഓക്കെ. സഉരീക്കും എന്നെഴുതി ഉലായിക്ക എന്നൊക്കെ എഴുതുന്നത് പോലെ ഒരു വിത്ത് വാവ് അല്ലേ, വാവോട് കൂടി സഊരീക്കും ഓതു ആരെങ്കിലും ഓതരുതേ. സഉരീക്കും ദാറൽ ഫാസിഖീൻ. സഅസ്റിഫു അൻ ആയാതി അല്ലദീന യതകബ്ബറൂന ഫിൽ അർദ്. ശരിക്കും ശ്രദ്ധിക്കണേ. സഅസ്റിഫു എന്നുള്ളിടത്ത് ഒരു സ പിന്നെ ഒരു സ്വ അല്ലേ, അപ്പോൾ സ്വരിഫു രണ്ടും സ്വ ആവുമോ? ആവരുത്. സഅസ്രിഫു രണ്ടും സീനാവോ? ആവരുത്. പിന്നെ എന്താവണം? ഫസ്റ്റ് സ, രണ്ടാമത്തേത് സ്വ അല്ലേ. സഅസ്രിഫു അൻ ആയാതി അല്ലദീന യതകബ്ബറൂന ഫിൽ അർദ് ബിഗൈരിൽ ഹഖ് വഇൻ യറൗ കുല്ല ആയത്തിൻ ലാ യുഅ്മിനൂ ബിഹാ وإن يروا كل آية لا يؤمنوا بها وإن يروا سبيل الرشد لا يتخذوه سبيلا. يعني وإن يروا سبيل الرشد لا يتخذوه سبيلا وإن يروا سبيل الغي يتخذوه سبيلا وإن يروا سبيل الغي يتخذوه سبيلا ذلك بأنهم كذبوا بآياتنا وكانوا عنها غافلين. والذين كذبوا بآياتنا ولقاء الآخرة حبطت أعمالهم هل يجزون إلا ما كانوا يعملون.
واتخذ قوم موسى من بعده من حليهم عجلا جسدا له خوار ألم يروا أنه لا يكلمهم ولا يهديهم سبيلا اتخذوه وكانوا ظالمين ولما سقط في أيديهم ورأوا أنهم قد ضلوا قالوا لئن لم يرحمنا ربنا ويغفر لنا لنكونن من الخاسرين. والذين كذبوا بآياتنا ولقاء الآخرة حبطت أعمالهم هل يجزون إلا ما كانوا يعملون. واتخذ قوم موسى من بعده من حليهم عجلا جسدا له خوار ألم يروا أنه لا يكلمهم ولا يهديهم سبيلا اتخذوه وكانوا ظالمين. ولما سقط ശ്രദ്ധിക്കണം, സീൻ സാദാ വരുതേ. ولما سقط في أيديهم ورأوا أنهم قد ضلوا قالوا لئن لم يرحمنا ربنا ويغفر لنا لنكونن من الخاسرين. باقي ولما رجع موسى إلى قومه غضبان أسفا قال بئس ما خلفتموني من بعدي أعجلتم أمر ربكم وألقى الألواح وأخذ برأس أخيه يجره إليه قال ابن أم إن القوم استضعفوني وكادوا يقتلونني فلا تشمت بي الأعداء ولا تجعلني مع القوم الظالمين. قال رب اغفر لي ولأخي وأدخلنا في رحمتك وأنت أرحم الراحمين. صدق الله العظيم. ولما رجع موسى إلى قومه غضبان أسفا ഒരുമിച്ചിട്ടോ, നമുക്ക് ഒരുമിച്ച്. ولما رجع موسى إلى قومه غضبان أسفا قال بئس ما خلفتموني من بعدي. بئس ما വായിക്കണില്ലല്ലോ റബ്ബെ, ആരുമല്ല, കുറച്ചാളുകൾ. ബിഅ്സ മാ ഹലഫ്തല്ല, ബിഅ്സ മാ ഖലഫ്തുമൂനി മിൻ ബഅദി. പിന്നെന്താ അഅജിൽതും. യെസ്, കറക്റ്റ്. അല്ലാതെ അഅജിൽത്ത് അല്ല, അഅജിൽത്ത് ഐനിന് ഫത്ഹാണ്, ഹംസക്കും ഫത്ഹാണ്. അഅജിൽതും അംറ റബ്ബിക്കും وألقى الألواح وأخذ برأس أخيه يجره إليه. ശരിക്കും ശ്രദ്ധിക്കണം. وأخذ برأس أخيه يجره إليه. ഇനിയോ قال ابن أم إن القوم استضعفوني. قال ابن أم إن القوم استضعفوني وكادوا يقتلونني فلا تشمت بي الأعداء ولا تجعلني مع القوم الظالمين. قال رب اغفر لي ولأخي وأدخلنا في رحمتك وأنت أرحم الراحمين. اللهم اغفر لنا وارحمنا. صدق الله العظيم. الله قبولكني الله, സ്വീകരിക്കണേ അല്ലാഹ്. പഠിച്ചവനെ, പരിശുദ്ധമായ റജബിൻ്റെ വളരെ പവിത്രമായ ഈ സമയത്ത് ഏറ്റവും പവിത്രമായ നിൻ്റെ കലാമാകുന്ന ഖുർആൻ ഓതിയിട്ട്
ആ ഓത്ത് കേട്ട് ഇതിൻ്റെ കൂടെ ഓതി ശ്രദ്ധിച്ചിരുന്ന് അള്ളാഹുവേ ആയിരക്കണക്കായ ആളുകളാണ്. പടച്ചവനെ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ പൊരുത്തപ്പെടണേ അല്ലാഹ്. എല്ലാ സമയത്തും നിൻ്റെ കാവൽ സാധുക്കളായ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ ഈ തദ്രീബ് ക്ലാസ്സിലെ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. പടച്ചവനെ അതിൽ വയസ്സായ പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ചെറിയ മക്കളുണ്ട്, ഉസ്താദുമാരുണ്ട്. അള്ളാഹുവേ വലിയ അഹ്ലുബൈത്ത് സയ്യിദുമാരുണ്ട്. പടച്ചവനെ സയ്യിദത്തുകളുണ്ട്, ധാരാളം മുതഅല്ലിമുകളുണ്ട്. അല്ലാഹ് പടച്ചവനെ ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ സമയത്ത് വിശുദ്ധ ഖുർആനിൻ്റെ ഈ ക്ലാസ് ശ്രദ്ധിക്കുകയാണ്. റജബിൽ പടച്ചവനെ അല്ലാഹ് ഞങ്ങളെല്ലാവരെയും ദോഷം പൊറുക്കാൻ കാരണമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാകാനുള്ള ഒരു കാരണമായി സബബാക്കി പടച്ചവനെ ഇത് കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ ഈ ക്ലാസ് കേൾക്കുന്ന ഞങ്ങൾക്കും ഞങ്ങളെ പലർക്കും അള്ളാഹുവെ ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ഒരുപാട് വലിയ വലിയ അസുഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ട്. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകളുണ്ട്. പടച്ചവനെ എല്ലാം മാറ്റി നീ റാഹത്ത് നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. പടച്ചവനെ അള്ളാഹുവേ പല ഭാഗത്തും ചെല്ലുമ്പോൾ ഒരുപാട് ആളുകൾ അള്ളാഹുവേ തദ്രീബ് ക്ലാസ് കേൾക്കുന്ന ആളാണ്, വെള്ളിയാഴ്ചയിലെ ക്ലാസ് കേൾക്കുന്ന ആളാണ്, ദുആ ചെയ്യണമെന്നൊക്കെ നേരിട്ടും അല്ലാതെയും ഒക്കെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഈ സമയത്തും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആളുകളുണ്ട്. അതുപോലെ ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ആളുകൾ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അള്ളാഹുവേ അവരുടെയൊക്കെ എല്ലാവരുടെയും ഖൽബിൻ്റെ ഉള്ളിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാ ഷർറുകളെ തൊട്ടും കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾക്ക് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ട് ഖബറിലാണ് പടച്ചവനെ അല്ലാഹ്. അവരുടെയൊക്കെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്, സ്വർഗമാക്കണേ അല്ലാഹ്. തദ്രീബ് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ അള്ളാഹുവേ ഈ അടുത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞ് നിൻ്റെ റഹ്മത്തിലേക്ക് വന്ന ഒന്ന് രണ്ടാളുകൾ പ്രത്യേകിച്ച് അള്ളാഹുവേ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. ഈ വിശുദ്ധ ഖുർആനിൻ്റെ ഈ നല്ല മജ്ലിസിൻ്റെ മിസ്ൽ സവാബ് അവരുടെ ഖബറുകളിൽ കാണിച്ച് റാഹത്തും സന്തോഷവും സമാധാനവുമുള്ള ഖബറാക്കണേ അല്ലാഹ്. പടച്ചവനെ റജബ് മാസം ഞങ്ങളോട് യാത്ര പറയുകയാണ്, ശഅബാൻ ഞങ്ങളിലേക്ക് വരികയാണ്. അള്ളാഹുവെ നീ ആദരിച്ച ബഹുമാനിച്ച നല്ല സമയങ്ങളും മണിക്കൂറുകൾ സെക്കൻഡുകൾ ഒക്കെയാണ് അള്ളാഹുവേ. ആ മാസങ്ങളെയും സമയങ്ങളെയൊക്കെ അത് അർഹിക്കുന്ന ആ ബഹുമാനത്തോടുകൂടി സ്വീകരിക്കാനും ഇബാദത്തിൽ മുഴുകാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിസ്മില്ലാഹ് وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله